സഞ്ജു സാംസൺ. ഓക്കെ, ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം T20 മത്സരം കഴിഞ്ഞു. T20 മത്സരത്തിലേക്ക് സഞ്ജു സാംസനെ സെലക്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളെല്ലാം ഒരുപാട് പ്രതീക്ഷ, അല്ലെങ്കിൽ കേരളക്കര പ്രതീക്ഷയുണ്ടായിരുന്നു, സഞ്ജുവിന്റെ ഫാൻസ് ഒരുപാട് പേര് പ്രതീക്ഷയുണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് കഴിഞ്ഞു എന്നാലും ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പൊ സഞ്ജു സാംസൺ ആണ്. അത് പോസിറ്റീവ് ട്രോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് ട്രോൾസ് ആണ്. കമന്റ് ബോക്സിലാണെങ്കിൽ എന്നുള്ള കമന്റുകളാണ്. അത് അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഏറ്റവും കൂടുതൽ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പം ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ഇപ്പം 3-0 ആ ഒരു T20 മത്സരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്ക്വാഡിലേക്ക് സഞ്ജു സാംസനെ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസനെ സെലക്ട് ചെയ്യുന്നു, ജിതേഷിനെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കാം ആ ഒരു. ഇനിയിപ്പോൾ ഇന്ത്യക്ക് IPL ആണ് വരാൻ പോകുന്നത്. IPL-ന് ശേഷമാണ് നമ്മുടെ T20 വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. സോ T20 വേൾഡ് കപ്പിലേക്ക് സഞ്ജു സാംസന് അവസരം കിട്ടാനുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അവസരം കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി നമുക്ക് ഇതിനകത്ത് എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പം നമുക്ക് KL രാഹുൽ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടൊക്കെയായിരുന്നു ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ സമയത്ത് ഈ ഒരു കാര്യം, അതായത് സഞ്ജു സാംസന്റെ ടീമിലെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇന്നലത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 മത്സരത്തിലും സഞ്ജു സാംസന് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജിതേഷ് ആയിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ജിതേഷിനും കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിലേക്ക് കൊടുക്കാൻ ജിതേഷിനും സാധിച്ചിട്ടില്ല. സോ 3-ാമത്തെ മത്സരത്തിൽ സഞ്ജു സാംസന് അവസരം കൊടുക്കുകയാണ്. രോഹിത് ശർമ്മ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ സഞ്ജു സാംസന് ആ കിട്ടുന്ന ഒരു ബൂസ്റ്റപ്പ് നിങ്ങൾ സ്റ്റേഡിയത്തിൽ ആ ഒരു ടോസിന്റെ സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്രത്തോളം ഫാൻ പവർ ആണ് സഞ്ജു സാംസൺ ഉള്ളത്. സോ ഈ ഫാൻ പവർ ഉള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് കളീനെ ബാധിക്കാം. അതുപോലെ തന്നെ മറ്റ് കളിക്കാർക്ക് ഇദ്ദേഹത്തോടുള്ള ജലസിയും കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇന്നലത്തെ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് ഇത്രത്തോളം സഞ്ജു സാംസന് ട്രോൾ, അല്ലെങ്കിൽ ഇത്രത്തോളം സഞ്ജു സാംസനെ ക്രിറ്റിസിസം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണ ഇന്നലെ സഞ്ജു സാംസന് ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഒന്ന് സൂപ്പർ ഓവറിലും ഒന്ന് സാധാ മത്സരത്തിലും. ഈവൻ ദോ ഒരു സിംഗിൾ റണ്ണ് പോലും അദ്ദേഹത്തിന് നേടാനായില്ല. സോ ആസ് എ സഞ്ജു സാംസൺ ഫാൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതല്ല എന്നുള്ള കാര്യം. ഇപ്പം ആരൊക്കെയാണെങ്കിലും ഇപ്പം എത്രത്തോളം ഫാൻ അത്രത്തോളം സഞ്ജു സാംസന്റെ കളീനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സഞ്ജു സാംസണിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു കളി ഇന്നലത്തെ മത്സരത്തിൽ ബാറ്റിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ശരിയാണ്. ബട്ട് നിങ്ങൾ ആലോചിക്കണം, 2 മത്സരം, അതായത് ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി 2 മത്സരം കളിപ്പിക്കാതെ 3-ാമത്തെ മത്സരത്തിലാണ് അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നത്. ഇന്നലത്തെ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരം ഇന്ത്യ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇന്ത്യയുടെ ആ ഒരു പരമ്പരയൊന്നും ബാധിക്കുന്ന ഒരു സംഭവമല്ല. ഈവൻ അഫ്ഗാനിസ്ഥാൻ ആണ് ഓപ്പോസിറ്റ് ടീം എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. അവർ അത്രത്തോളം എഫേർട്ട് ഇട്ട് അത്രത്തോളം നല്ല രീതിയിൽ അവർ വിൻസ് അവർ ഹേർട്സ് എന്നൊക്കെ പറയുന്നില്ല, ആ രീതിയിലുള്ളൊരു മത്സരമായിരുന്നു. 2 പ്രാവശ്യം സൂപ്പർ ഓവർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു മത്സരത്തിന്റെ ക്രൂഷ്യൽ സ്റ്റേജുകൾ നമുക്ക് മനസ്സിലാവും. സോ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം, സഞ്ജു സാംസന്റെ ഇന്നലത്തെ പെർഫോമൻസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 മത്സരം കളിക്കാതെ ഇന്നലത്തെ മത്സരത്തിൽ ഡയറക്റ്റ്ലി വരുന്നതാണ്. ഇന്നലത്തെ മത്സരത്തിൽ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലാണ് സഞ്ജു സാംസൺ വരുന്നത്. അത് നമുക്ക് എഴുതാനൊന്നും പറ്റില്ല. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഹിറ്റിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. യെസ്, പക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മത്സരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ തകർക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം ഈവൻ രോഹിത് ശർമ്മനെ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മനൊന്നും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂടണ്ട. ഫസ്റ്റ് 2 മത്സരത്തിൽ റൺ എടുത്തില്ല. 3-ാമത്തെ മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നു. ആ ഒരു ടീമിന്റെ സ്കോറിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ സ്കോറിൽ എല്ലാത്തിലും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആവുന്നു. സോ ഫസ്റ്റ് 2 മത്സരത്തിൽ റൺ എടുത്തില്ല, അതുകൊണ്ട് രോഹിത് ശർമ്മ 3-ാമത്തെ മത്സരത്തിൽ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തിന്റെ വിധി തന്നെ ചിലപ്പം വേറെ രീതിയിലായിപ്പോയേക്കാം. ഓക്കെ, നമുക്കതെല്ലാം ആയിപ്പോയേക്കാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സോ ഇവൻ ദോ നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ ഇത്രത്തോളം ക്രിറ്റിസിസം ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണോ സഞ്ജു സാംസൺ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ബിക്കോസ് കണ്ടിന്യൂസ്ലി റണ്ണ് കൊടുക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ റെഡിയാവും. നമുക്കറിയാം സഞ്ജു സാംസൺ അത്രത്തോളം നല്ല ബ്യൂട്ടിഫുൾ ഷോട്ട്സ് കളിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏകദിനത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഏകദിനത്തിൽ ആ കഴിഞ്ഞ സെഞ്ചുറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് തന്നെയാണ്. സോ അവസരങ്ങൾ കിട്ടിയാൽ അദ്ദേഹം തകർക്കുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഡൗട്ടില്ല. പിന്നെ ഇന്നലത്തെ കീപ്പിങ്ങിന്റെ കാര്യത്തിൽ
ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിംഗ് എന്നുള്ള ഒരു മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ സഞ്ജു ചെയ്ത പെർഫോമൻസ് വേറെ ലെവലാണ് കേസ്. ആ ഒരു സ്റ്റെമ്പിങ് നിങ്ങൾ ശ്രദ്ധിച്ചാലും അതുപോലെ തന്നെ ആ ഒരു റണ്ണൗട്ട് ഡയറക്റ്റ് ഹിറ്റിലാണ് ആ ഒരു ത്രോ എറിഞ്ഞ ആ ഒരു വിക്കറ്റുകൾ മത്സരത്തിൽ ക്രൂഷ്യൽ ആയിട്ടുണ്ട്. യെസ്, ഒബ്വിയസ്ലി ക്രൂഷ്യൽ ആയിട്ടുണ്ട്. അവർ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം മത്സരത്തിന്റെ വിധി തന്നെ അഫ്ഗാനിസ്ഥാൻ ഡയറക്റ്റ് ജയിച്ചു പോയാണ്. സോ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഒരു ത്രോയിങ്ങും അതുപോലെ തന്നെ ഇന്നലത്തെ വിക്കറ്റ് കീപ്പിങ്ങും ഒക്കെ നല്ല രസമാണ്. മീൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് വിക്കറ്റ് കീപ്പിങ്ങും ഇതൊന്നും ചെയ്യാണ്ടാണ് അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പം എന്നിട്ട് ഇത്രത്തോളം മനോഹരമായിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നല്ലൊരു ഇത് തന്നെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഓർഡർ അദ്ദേഹത്തിനെ ശരിക്കും ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വൺ ഡൗൺ ബാറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്കാണ് സഞ്ജു സാംസൺ എനിക്ക് തോന്നുന്നു കൂടുതലും കംഫർട്ടബിൾ അല്ലെങ്കിൽ കൂടുതലും ബാറ്റ് ചെയ്യുന്ന ഒരു രസം എനിക്ക് തോന്നുന്നത്. അറിയില്ല. പിന്നെ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീം എന്തൊക്കെയോ ഒരു പ്ലാനിങ് സഞ്ജു സാംസന്റെ കാര്യത്തിൽ എടുക്കുന്നുണ്ട്. ഏതൊരു ഓർഡർ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു ലോങ് ടൈം നിർത്തുക എന്നുള്ള രീതിയിലൊക്കെ ആണെന്ന് തോന്നുന്നു ഇന്ത്യൻ ടീമിന്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. പലരും പറഞ്ഞു കേൾക്കുന്നു മുംബൈ ലോബി ആയതുകൊണ്ടാണ് സഞ്ജു സാംസനെ ഫസ്റ്റ് 2 മാച്ചിൽ കളിപ്പിക്കാത്തതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാറ്റിംഗ് ഓർഡർ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇപ്പം കിങ് കോഹ്ലി കളിക്കുന്ന ആ ഒരു ബാറ്റിംഗ് ഓർഡർ വൺ ഡൗൺ ആ ഒരു സെഗ്മെന്റിലാണ് സഞ്ജു സാംസന്റെ ആ ഒരു പൊസിഷൻ കറക്റ്റ് വരുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ആ ഒരു പൊസിഷൻ ആയിരിക്കണം ടീമിൽ ഇടം കൊടുക്കാത്തതിന്റെ ഒരു റീസൺ. ഇടം കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടീമിൽ ആ ഒരു പൊസിഷനിൽ ആളുണ്ടല്ലോ ഒബ്വിയസ്ലി, അതുകൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു മത്സരത്തിൽ 0 റണ്ണിന് ഔട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കഴിവില്ല അല്ലെങ്കിൽ അദ്ദേഹം ടീമിൽ വെറുതെ അല്ല ഇവനൊന്നും എടുക്കാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം തകർക്കുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു സംശയവുമില്ല. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പെർഫോമൻസ് സഞ്ജു സാംസന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഉറപ്പാണ്. അപ്പോൾ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ആ ഒരു പ്ലെയറിന്റെ കരിയറിനെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റുകളും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള റണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഇനിയും തകർക്കും. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലും അദ്ദേഹത്തിന്റെ ഷോട്ട്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഈവൻ ദോ ഇന്നലത്തെ ഫീൽഡിങ്ങിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡിങ്ങും ബെസ്റ്റ് കീപ്പിംഗ് ഒക്കെ ഇന്നലെ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വളരെ ഒരു നല്ല ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കീപ്പറും നല്ല ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കീപ്പർ വിത്ത് ബാറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഈവൻ ദോ ഇപ്പം വിക്കറ്റ് കീപ്പർ അല്ലെങ്കിൽ കൂടിയും ഒരു ഫീൽഡർ ആയിട്ട് കൂടിയും അദ്ദേഹത്തെ നിർത്താൻ പറ്റുന്നു എന്നുള്ളതും ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സോ അത്രത്തോളം ഒരു നല്ല രീതിയിൽ അദ്ദേഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സഞ്ജു സാംസന്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട്. ഇനിയിപ്പം T20 മത്സരം ഇനിയിപ്പോൾ IPL വരാൻ പോവാണ്. IPL പ്രകടനം എല്ലാവരെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ടീമിലെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എല്ലാവരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു സംഭവം തന്നെയാണ് IPL പ്രകടനം. സോ ക്രിക്കറ്റ് റിലേറ്റഡ് ടോപ്പിക്സ് നമ്മൾ അധികം ചെയ്യാറില്ല. പക്ഷെ ഇന്നത്തെ ആ ട്രോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സോ നമ്മൾ കാറിൽ നിന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാണ്. ഇപ്പം സീക്രട്ട് ഏജന്റ് ഒക്കെ കാറിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന പോലെ നമ്മൾ കാറിൽ നിന്ന് ട്രൈ ചെയ്യുകയാണ്. അരി വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് സംസാരിക്കണം തോന്നി. സോ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. അങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്.